ഹലോ ഓൾ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ടെക്നോളജീനെ പറ്റിയിട്ടാണ്. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണഗതിയിൽ ഒരു ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, യുണീക്ക് ആയിട്ടുള്ളതായിരിക്കും. ഒരാളുടെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് വേറൊരാളായിട്ട് നോക്കുമ്പോൾ യുണീക്ക് ആയിട്ടുള്ളതായിരിക്കും. അതേപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ജനറ്റിക് പാറ്റേൺസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും യുണീക്ക് ജനറ്റിക് പാറ്റേൺസ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ DNA പല ടൈപ്പ് റീജിയൻസ് ഉണ്ട്. നമുക്കറിയാം DNA ജീൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന റീജിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് DNA റീജിയൻസ് അല്ലെങ്കിൽ റിപ്പിറ്റേറ്റീവ് DNA റീജിയൻസും കാണാൻ പറ്റും. അതിൽ ആ റിപ്പിറ്റേറ്റീവ് DNA കണ്ടൻറ്റുകൾ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ പാറ്റേൺസ് അനാലിസിസ് നടത്തിയിട്ടാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്നുള്ള മെത്തേഡ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. പലക് ജെഫ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് 1984 ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിന് ഫോറൻസിക് സയൻസിൽ, മെഡിക്കൽ റിസർച്ചിൽ, മെഡിക്കലായിട്ടുള്ള വർക്കുകളിൽ, അതുപോലെ തന്നെ കൺസർവേഷൻ ബയോളജിയിലൊക്കെ ഒത്തിരി അപ്ലിക്കേഷൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് ഏരിയാസിൽ വളരെയധികം ആക്യുറേറ്റ് ആയിട്ടും വൈഡ്ലി ആക്സെപ്റ്റബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ മെത്തഡോളജിയും അതുപോലെ തന്നെ അപ്ലിക്കേഷൻസും നോക്കാം. മെത്തഡോളജി പറയുമ്പോൾ ബ്രീഫായിട്ട് നമ്മളതിൻ്റെ മെത്തഡോളജി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ടെക്നോളജി യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യണം. സാമ്പിൾ കളക്ഷൻ എന്നുള്ളത് നമുക്ക് നടക്കുന്നത് ഇപ്പോൾ ഒരു ക്രൈം സീൻ എടുക്കുന്നു. ഇപ്പോൾ നമ്മളൊരു ക്രൈം ചെയ്ത ഒരു റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രൈം സീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്രൈം സീനിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, DNA ആദ്യം സാമ്പിൾ കളക്ഷൻസ് നടത്തണം. അപ്പോൾ DNA നമ്മൾ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ ആ സാമ്പിൾ കളക്ഷൻ ഒന്നെങ്കിൽ ബ്ലഡ് സാമ്പിൾസ് എന്നായിരിക്കാം, അല്ലെങ്കിൽ സലൈവ എന്നായിരിക്കാം, ഹെയർ ആയിരിക്കാം, ടിഷ്യൂ ആയിരിക്കാം. അപ്പോൾ സസ്പെക്റ്റിൻ്റെ എന്തെങ്കിലും ഒന്ന് നമുക്ക് അവിടെ കിട്ടാതിരിക്കാനായിട്ട് ചാൻസസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഹെയറോ സലൈവയോ ബ്ലഡോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അവിടെ കളക്ട് ചെയ്യുന്നു. സാമ്പിൾ കളക്ഷൻ എന്നുള്ളതാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബ്ലഡിൽ നിന്ന് DNA കിട്ടാം, ഹെയറിൽ നിന്ന് DNA കിട്ടാം, അങ്ങനെ സാമ്പിൾ കളക്ട് ചെയ്തു. രണ്ടാമത് നമ്മളതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് DNA എക്സ്ട്രാക്ഷൻ നടത്തുന്നു. നമുക്കറിയാം DNA ഇരിക്കുന്നത് എവിടെയാണ്, ഒരു സെല്ലെടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് DNA കണ്ടൻറ്റുകൾ കാണാനായിട്ട് പറ്റുന്നത്. ക്രോമസോമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് DNA കണ്ടൻറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെല്ല് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സെല്ലിനുള്ളിലുള്ള ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള DNA നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സെല്ല് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. DNA എക്സ്ട്രാക്ഷൻ മെത്തേഡിൽ സെല്ലിനെ നമ്മൾ ഡിറ്റർജൻസ് യൂസ് ചെയ്ത്, അതായത് സെല്ലിനെ നശിപ്പിക്കാത്ത രീതിയിൽ, ഡീനാച്ചുറേഷൻ സംഭവിക്കാത്ത രീതിയിൽ സെല്ലിനെ ബ്രേക്ക് ചെയ്ത് DNAക്ക് ഡീനാച്ചുറേഷൻ സംഭവിക്കാതെ നമ്മൾ ആ DNA കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിനെയാണ് DNA എക്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്ത സാമ്പിളിൻ്റെ സെല്ലിൽ നിന്നുള്ളിൽ നമുക്കിപ്പോൾ DNA എക്സ്ട്രാക്ഷൻ നടത്തി. അപ്പോൾ നമുക്കറിയാം ഒരു ക്രൈം സീനിൽ നമുക്ക് എത്രത്തോളം ബ്ലഡ് കിട്ടും, വളരെ കുറച്ച് ബ്ലഡ് അല്ലെങ്കിൽ വളരെ കുറച്ച് ഹെയർ ആണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന്ന് നമുക്ക് ചെറിയൊരു സാമ്പിൾ DNA മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ DNAയിൽ നിന്ന് നമുക്ക് സീക്വൻസ് അനാലിസിസ് നടത്താനും DNA ഫിംഗർ പ്രിൻറ്റിങ് നടത്താനും ബുദ്ധിമുട്ടായതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, PCR അനാലിസിസ് നടത്തുന്നു. അതായത് PCR ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ആംപ്ലിഫിക്കേഷൻ നടത്തുന്നു. നമുക്ക് കിട്ടിയ ചെറിയ DNAയുടെ സാമ്പിൾസ് കുറവാണെങ്കിൽ അതിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് മൾട്ടിപ്പിൾ കോപ്പീസാക്കി മാറ്റുന്നു. PCR എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി 3 സ്റ്റെപ്പ് വഴി ആദ്യം ഡീനാച്ചുറേഷൻ നടത്തും, അതിനുശേഷം അനീലിംഗ് നടത്തും, പിന്നെ എക്സ്റ്റൻഷൻ നടത്തും. അങ്ങനെ 3 സ്റ്റെപ്പ് വഴി PCR ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നു. അങ്ങനെ DNA ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിലുള്ള DNA കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ. റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മോളിക്കുലാർ സിസേഴ്സ് ആണ്. അതിൽ DNA കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മോളിക്കുലാർ സിസേഴ്സ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് DNAയുടെ സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻസിനെ, കറക്റ്റായിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസിനെ, ആ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ആ ഒരു റെക്കഗ്നീഷൻ സൈറ്റുകൾ ഉണ്ടായിരിക്കും. ആ സൈറ്റിൽ പോയിട്ട് DNA കട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സിൽ നടക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റ് DNA നമ്മൾ എന്ത് ചെയ്യുന്നു, ജെൽ ഇലക്ട്രോഫോറസിസ് വഴി പ്യൂരിഫിക്കേഷനും സെപ്പറേഷനും നടത്തുന്നു. ജെൽ ഇലക്ട്രോഫോറസിസ് എന്നുള്ള ടെക്നിക്ക്, ഇപ്പോൾ പേജ് പോലുള്ള ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, DNA പ്യൂരിഫൈ ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ DNA അതിൻ്റെ സൈസിൻ്റെ ബേസിസിലും ചാർജിൻ്റെ ബേസിസിലും ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ സെപ്പറേഷൻസ് നടത്താണ് ജെൽ ഇലക്ട്രോഫോറസിസിൽ ചെയ്യുന്നത്. ജെൽ ഇലക്ട്രോഫോറസിസ് നടത്തി ജെല്ല് റൺ ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പിൾ അതിൻ്റെ സൈസിൻ്റെ ബേസിസിൽ സെപ്പറേറ്റഡ് ആയി കിട്ടും.
ഈ സെപ്പറേറ്റഡ് ആയി കിട്ടിയ സാമ്പിളിനെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതാണ് ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക്. അപ്പോൾ DNA ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ബ്ലോട്ടിംഗ് ടെക്നിക്ക് സദേൺ ബ്ലോട്ടിംഗ് ആണ്. 3 ടൈപ്പ് ബ്ലോട്ടിംഗ് ആണ് നമുക്കുള്ളത്. അപ്പം അതിൽ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉണ്ട്, സദേൺ ബ്ലോട്ടിംഗ് ഉണ്ട്, നോർത്തേൺ ബ്ലോട്ടിംഗ് ഉണ്ട്. അപ്പം അതിൽ DNA ആണ് നമ്മുടെ സാമ്പിൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് സദേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ബ്ലോട്ടിംഗ് ടെക്നിക്സിനെ പറ്റിയിട്ട് പഠിക്കും പിന്നീട്. ഇപ്പോൾ സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഇപ്പോൾ ജെല്ലിൽ കിട്ടിയിട്ടുള്ള DNA ഒരു മെമ്മറൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ മെമ്മറൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അതിനെ റേഡിയോ ആക്ടിവിറ്റി ഉള്ള പ്രോബായിട്ട് എക്സ്പോസ് ചെയ്യിപ്പിക്കുന്നു. അതായത് ഈ കിട്ടിയ DNA ജെല്ലിൽ നിന്ന് നമ്മളതൊരു മെമ്മറൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിലേക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസ് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന റേഡിയോ ആക്റ്റീവ് കണ്ടൻറ്റുകളുള്ള പ്രോബ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള സീക്വൻസുകളെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ DNAയിലേക്ക് റേഡിയോ ആക്ടിവിറ്റി ഉള്ള സീക്വൻസുകൾ DNAയിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ഓട്ടോ റേഡിയോഗ്രഫി എന്നുള്ള ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് ആ DNA എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നേരത്തെ ജെല്ലിലുള്ള DNA നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. ഇതിനെ നമ്മൾ സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക്സ് യൂസ് ചെയ്ത് മെമ്മറൈനിലേക്ക് മാറ്റി റേഡിയോ ആക്ടിവിറ്റി ഉള്ള ആളുകളെ അതുമായിട്ട് കൂട്ടി യോജിപ്പിച്ചത് കൊണ്ട്, അതായത് പ്രോബുകൾ ആഡ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ഒന്നിച്ച് ചേർത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോ റേഡിയോഗ്രഫി എന്നുള്ളൊരു ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ അതിലേക്ക് ഒരു എക്സ്റേനെ ഫിലിമിലൂടെ നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ റേഡിയോ ആക്ടിവിറ്റി ഉള്ള ഭാഗങ്ങൾ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് DNA പാറ്റേൺസ് എവിടെയാണ് കാണാൻ പറ്റുക, ആ ബാൻഡുകൾ കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഓട്ടോ റേഡിയോഗ്രഫി വെച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ. സാമ്പിൾ കളക്ട് ചെയ്തു, സാമ്പിളിൻ്റെ ഉള്ളിൽ നിന്ന് സെല്ലിനെ ബ്രേക്ക് ചെയ്ത് DNA പുറത്തേക്ക് എടുത്തു, DNA എക്സ്ട്രാക്ഷൻ നടത്തി, ആ DNA ആംപ്ലിഫിക്കേഷൻ നടത്താൻ PCR യൂസ് ചെയ്തു. അതിനുശേഷം റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്ത് നമ്മൾ കട്ടിങ് നടത്തി. നെക്സ്റ്റ് ജെൽ ഇലക്ട്രോഫോറസിസ് നടത്തി അതിനെ പ്യൂരിഫിക്കേഷനും സെപ്പറേഷനും നടത്തി. അതിനുശേഷം എന്ത് ചെയ്തു, സദേൺ ബ്ലോട്ടിംഗ് ചെയ്ത് ജെല്ലിലുള്ളതിനെ നമ്മൾ മെമ്മറൈനിലേക്ക് മാറ്റി. അതിനുശേഷം ഓട്ടോ റേഡിയോഗ്രഫി ചെയ്ത് പാറ്റേൺസ് എങ്ങനെയാണെന്നുള്ളത് ബാൻഡ് കറക്റ്റായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാമ്പിൾ എടുത്തു, നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലഡിനെ എടുത്തു, സാമ്പിൾ എടുത്തു, അതിൽ നിന്ന് DNA എക്സ്ട്രാക്ഷൻ നടത്തി. അതിൻ്റെ ഉള്ളിൽ നമ്മൾ റിയേജൻസ് ഒക്കെ ആഡ് ചെയ്ത് കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്ത് സെല്ലിൻ്റെ ഉള്ളിൽ ബ്ലഡ് സെൽസിൻ്റെ ഉള്ളിലുള്ള DNA നമ്മൾ എക്സ്ട്രാക്ഷൻ നടത്തി. ഈ കിട്ടിയ ഉള്ളിൽ നിന്ന് സെല്ല് ബ്രേക്ക് ചെയ്ത് കിട്ടിയ DNA നമ്മൾ റെസ്ട്രിക്ഷൻ ഡൈജഷൻസ് യൂസ് ചെയ്ത് കിട്ടും. നമ്മൾ അതിന് മുന്നായിട്ട് സാമ്പിൾ കുറവാണെങ്കിൽ എന്ത് ചെയ്തു, PCR അനാലിസിസ് നടത്തി. അതിനുശേഷം റെസ്ട്രിക്ഷൻ ഡൈജഷൻ നടത്തി അതിനെ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. കുറേ ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് കിട്ടി. ഈ കട്ട് ചെയ്ത ഫ്രാഗ്മെൻറ്റ്സിനെ സൈസിൻ്റെയും ചാർജിൻ്റെയും ബേസിസിൽ ഇലക്ട്രോഫോറസിസ് നടത്തി. ഇലക്ട്രോഫോറസിസ് കിട്ടിയിട്ടുള്ള ഈ ജെല്ല് നമ്മൾ എന്ത് ചെയ്തു, ഈ ജെല്ല് ഇപ്പോൾ ഇതാണ് നമ്മുടെ ജെല്ലെങ്കിൽ ജെല്ലിൻ്റെ മുകളിലായിട്ടൊരു മെമ്മറൈൻ വെച്ചിട്ട് മെമ്മറൈനിലെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ജെല്ലിലുള്ള DNA മെമ്മറൈനിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇതാണ് നമ്മുടെ ജെല്ല്. മുകളിലേക്കൊരു നൈലോൺ പേപ്പർ പോലെയുള്ള എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെമ്മറൈനോ കൊണ്ട് വെക്കുകയാണ്. ആ വെച്ചതിന് ശേഷം നമ്മൾ അതിന് മുകളിലേക്ക് ഒരു വെയിറ്റ് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ താഴെയുള്ള DNA കണ്ടൻറ്റുകൾ മുകളിലേക്ക് എത്തും. അതായത് നമ്മുടെ ജെല്ലിലുള്ള DNA ഇപ്പോൾ മെമ്മറൈനിലേക്കായിട്ട് എത്തും. ഈ മെമ്മറൈനിലുള്ള DNA നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോ റേഡിയോഗ്രഫി ചെയ്യുന്നതിന് മുന്നായിട്ട് റേഡിയോ ആക്റ്റീവ് പ്രോബുകൾ ആഡ് ചെയ്തു, ഹൈബ്രിഡൈസേഷൻ നടത്തി, എക്സ്റേ കടത്തി വിട്ടതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് കാണാൻ പറ്റും, എവിടെയാണ് DNA എന്നുള്ളത് ആ റേഡിയോ ആക്റ്റീവ് പ്രോബിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് കറക്റ്റ് നമ്മുടെ DNA പാറ്റേൺസ് അനലൈസ് ചെയ്ത് DNA ഫിംഗർ പ്രിൻറ്റിങ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ സംഭവിക്കുന്നത്. ഈ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഒരുപാട് ഏരിയാസിൽ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്ലിക്കേഷൻസും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോറൻസിക് സയൻസിലും അതുപോലെ തന്നെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലാണ്. നമ്മളൊരു ക്രൈം സീൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സസ്പെക്റ്റിൻ്റെ എന്തെങ്കിലും ഒരു സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ മർഡറോ റേപ്പോ അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമുക്ക് ആ തെഫ്റ്റ് കണ്ടീഷൻസോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആരാണ് സസ്പെക്റ്റ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ DNA ഡാറ്റാബേസ് ആയിട്ട് നമുക്ക് ഓൾറെഡി DNAക്ക് ഡാറ്റാബേസുകളുണ്ട്. നമുക്ക് കിട്ടിയ സാമ്പിളും ഡാറ്റാബേസിലുള്ള സാമ്പിളുകളും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരാണ് ക്രൈം ചെയ്ത ആളെന്ന് നമുക്ക് ഒരുവിധം കണ്ടുപിടിക്കാനും നമുക്ക് നിരപരാധികളായ ആളുകളെ നമുക്ക് ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി അവരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക്
ഇതാണ് നമ്മൾ ക്രൈം സീനിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാമ്പിൾ. അപ്പോൾ നമുക്ക് ക്രൈം സീനിൽ കിട്ടിയിട്ടുള്ള നമ്മുടെ മർഡർ നടത്തിയിട്ടുള്ള ആളുടെ ബ്ലഡാണെന്ന് വിചാരിക്കുക. ബ്ലഡിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇതേപോലെ തന്നെ സാമ്പിൾ കളക്ട് ചെയ്ത് എക്സ്ട്രാക്ഷനൊക്കെ നടത്തി സദൺ ബ്ലോട്ടിംഗ് ഒക്കെ ചെയ്ത് അവസാനം നമുക്ക് കിട്ടിയിട്ടുള്ള ബാൻഡിങ് പാറ്റേൺ ആണ് ഓട്ടോ റേഡിയോഗ്രഫി ചെയ്ത് കിട്ടിയ ബാൻഡിങ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതേ ബാൻഡിങ് പാറ്റേൺസ് നമുക്ക് സംശയമുള്ള 3-4 ആളുകളുണ്ടെന്ന് വിചാരിക്കുക. ക്രൈം ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ക്രൈം ഇവരായിരിക്കും ചെയ്തതെന്ന് നമുക്ക് സംശയമുള്ള ഒരു 3-4 ആളുകളുണ്ടെങ്കിൽ ഈ 3 ആളുകളുടെയും ബ്ലഡ് സാമ്പിൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇതേപോലെ ചെയ്ത് ഫിംഗർ പ്രിൻറ്റിങ് ഡാറ്റാബേസ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1ാമത്തെ സസ്പെക്റ്റ്, 2ാമത്തെ സസ്പെക്റ്റ്, 3ാമത്തെ സസ്പെക്റ്റ് 3 ആളുകളെ നമ്മൾ എടുത്തിട്ട് ക്രൈം സീനിൽ കിട്ടിയിട്ടുള്ള സാമ്പിളും ഇവരുടെ സാമ്പിൾസും തമ്മിൽ നമ്മളൊന്ന് മാച്ച് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ്. അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ക്രൈം സീനിൽ കിട്ടിയ സാമ്പിളായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് കാണുന്നത് ഇപ്പം ഇതിലേതായിരിക്കും? നമുക്ക് ക്രോമസോമാണിത് കൊടുത്തിട്ടുള്ളത്. ക്രോമസോമിൻ്റെ ലോക്കസ് 1, ലോക്കസ് 2, ലോക്കസ് 3 3 ലോക്കസുകളാണ് കാണിച്ചിട്ടുള്ളത്. ലോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോമസോമിൽ ഒരു ജീന് എവിടെയാണോ ഇരിക്കുന്നത് ആ ജീനിൻ്റെ പൊസിഷനെയാണ് നമ്മൾ അതിൻ്റെ ലോക്കസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1ാമത്തെ ലോക്കസ്, 2ാമത്തെ ലോക്കസും 3ാമത്തെ ലോക്കസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പൊസിഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെ മാത്രമാണ്? സസ്പെക്ട് 2ലാണ് കൂടുതലായിട്ട് നമുക്ക് മാച്ച് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും സസ്പെക്ട് 1ഉം 3ഉം അല്ല ഇത് ചെയ്തിട്ടുള്ളത്, 2 ആവാനായിട്ടാണ് പ്രോബബിലിറ്റി കൂടുതൽ. ആ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒരു അപ്ലിക്കേഷൻ വരുന്നത്. ക്രൈം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിൽ ഫോറൻസിക് സയൻസിലേക്ക് നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. 2ാമത്തെ അപ്ലിക്കേഷനാണ് പെറ്റേണിറ്റി ആൻഡ് മെറ്റേണിറ്റി ടെസ്റ്റിങ്. അപ്പോൾ നമുക്ക് ഒരു മദറുണ്ട്, ചൈൽഡ് ഉണ്ട്. അപ്പം അതിൽ ആരാണ് അച്ഛനെന്ന് അറിയാത്തൊരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പെറ്റേണിറ്റി ടെസ്റ്റിങ്ങിലേക്ക് നമുക്ക് ഈ ഒരു DNA ഫിംഗർ പ്രിൻറ്റിങ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇൻഹെറിറ്റൻസ് പാറ്റേൺസ് നോക്കിയിട്ട് അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള റിലേഷൻസ് കൺഫേം ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസോ അല്ലെങ്കിൽ അഡോപ്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ട്, എന്തെങ്കിലും സറോഗസി കേസുകളൊക്കെ വരുമ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മദർ ഉണ്ട്, ചൈൽഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചൈൽഡിൻ്റെ പാറ്റേൺസ് മദറിൻ്റെ പാറ്റേണായിട്ട് ചെറിയ രീതിയിൽ മാച്ച് ഉണ്ട്. അതേപോലെ തന്നെ 3 ആളുകൾ നമ്മൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ആരായിരിക്കും കുട്ടിയുടെ അച്ഛൻ കണ്ടുപിടിക്കാനായിട്ട് കൂടുതലും കുട്ടിയുടെ പാറ്റേൺ ആരായിട്ടാണ് മാച്ചിങ് വരുന്നത്, ആരായിട്ടാണ് കൂടുതൽ മാച്ചിങ് വരുന്നത് നോക്കിയാൽ മതി. കുട്ടിക്ക് എപ്പോഴും യുണീക്കായിട്ടുള്ളൊരു DNA ഫിംഗർ പ്രിൻറ്റിങ് പാറ്റേൺ ആയിരിക്കും കാണാം. എന്നാൽ പോലും മദറും ഫാദറായിട്ട് റിലേറ്റഡ്നെസ് ഉണ്ടായിരിക്കും. അവരുടെ രണ്ടുപേരുടെയും DNA ഫിംഗർ പ്രിൻറ്റിങ് പാറ്റേണിലുള്ളൊരു സിമിലാരിറ്റി കുട്ടിയിൽ കാണാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ സിമിലറായിട്ട് കാണുന്നത് നമ്മൾ 3 സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പേരെ നമ്മൾ സംശയമുണ്ട് ആരാന്ന് അറിയില്ല എന്ന് നമുക്ക് ഉണ്ടെങ്കിൽ കൂടുതലും ഇവിടെ സിമിലാരിറ്റി കാണിക്കുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് അതൊന്ന് നമുക്ക് അനലൈസ് ചെയ്ത് എത്താനായിട്ട് പറ്റും. അപ്പോൾ അത് കൂടുതലും കാണിക്കുന്നത് ആരാണോ അവരെ നമ്മൾ എന്തായാലും പെറ്റേണിറ്റി ടെസ്റ്റിങ്ങിൽ അവരായിരിക്കാം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പോൾ ഇന്ന ആളല്ല എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്താനെങ്കിലും നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിങ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മിസ്സിംഗ് പേഴ്സൺസ് ആൻഡ് ഡിസാസ്റ്റർ വിക്ടിംസ്. എന്തെങ്കിലും നമുക്കൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇന്ന ആളാണെന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാനായിട്ട് എന്തെങ്കിലും നമുക്ക് നാച്ചുറൽ കലാമിറ്റീസ് പോലെ എർത്ത് അതുപോലെ തന്നെ പ്ലെയിൻ ക്രാഷസ് പോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ മാസ്സായിട്ടുള്ള ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ആരാണ് നമുക്ക് മിസ്സായിട്ടുള്ള പേഴ്സൺ എന്ന് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെയുള്ള ഐഡൻറ്റിഫിക്കേഷൻ പാറ്റേൺസിന് വേണ്ടിയിട്ട് നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിങ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് ജനറ്റിക് റിസർച്ചിന്. അപ്പോൾ അതായത് നമുക്കറിയാം പല അസുഖങ്ങളും എന്താണ് ജനറ്റിക്കലി ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. സിസ്റ്റിക് ഫൈബ്രോസിസ്, സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ പറയുന്നത്. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഹിമോഗ്ലോബിനിലെ ബീറ്റ ഗ്ലോബിനിലുള്ള ഒരു അമിനോ ആസിഡിൻ്റെ ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്നതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ആ സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണം എന്ന് പറയുന്നത് എന്താണ്? ആ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന DNA ഒരു ജീനിന് പ്രശ്നം വരുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവുന്നത്. പ്രോട്ടീൻ കോഡിങ് ആയിട്ടുള്ള ഈ അമിനോ ആസിഡിനെ കോഡ് ചെയ്യാനായിട്ടുള്ള ഒരു റീജിയൻ DNA ഉണ്ട്. ആ റീജിയനിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നത് കൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ജനറ്റിക് ഡിസോർഡേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിങ് പാറ്റേൺസ് നമുക്ക് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഡിസീസ് മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യും. അതുപോലെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ അല്ലെങ്കിൽ ഫാർമക്കോ ജീനോമിക്സിനൊക്കെ നമുക്ക് ഈ ഒരു ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഫാർമക്കോ ജീനോമിക്സ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു
എന്താ പറയുക, ഒരു ജീനിനെ അനലൈസ് ചെയ്ത് ആ ജീനിൻ്റെ റീജിയൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് മെഡിസിൻസ് കൊടുക്കുക, പേഴ്സണലൈസ് മെഡിസിൻസ് കൊടുക്കുക. ഇപ്പം നമ്മുടെ സീക്വൻസ് അനലൈസ് ചെയ്ത് ഇപ്പോൾ ഒരു നമ്മുടെ ബോഡിയിലുള്ള ഒരു പ്രത്യേകതരം ജീനിന് നമ്മൾ എന്തെങ്കിലും അനാലിസിസ് നടത്തിയതിന് ശേഷം അതിനെന്തെങ്കിലും മ്യൂട്ടേഷൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ മെഡിസിൻസ് കൊടുക്കാം. ഓരോ വ്യക്തിക്കും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള DNA മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിംഗ് പാറ്റേൺസ് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ഹെറിഡിറ്ററി ഡിസീസിനൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ടാണ് മെഡിക്കൽ ആൻഡ് ജനറ്റിക് റിസർച്ചിന് കൂടുതലായിട്ട് നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കോമ്പാക്റ്റബിലിറ്റി നോക്കാനൊക്കെ ആയിട്ട്, ഇപ്പം നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നോക്കുമ്പോൾ ബ്ലഡ് മാത്രം മാച്ച് ചെയ്യുക അങ്ങനെയല്ല നോക്കുന്നത്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ സിമിലാരിറ്റി നോക്കിയതിന് ശേഷം നമുക്ക് ബോൺ മാരോ, കിഡ്നി പോലെയുള്ള ഓർഗൻസിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് റിജക്ഷൻ്റെ ചാൻസസ് കുറയ്ക്കാൻ പറ്റും. ഫിംഗർ പ്രിൻറ്റിങ്ങിൽ കുറച്ച് ഒരു സിമിലാരിറ്റി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് തന്നെ റിജക്ഷൻ കുറച്ച് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ വൈൽഡ് ലൈഫ് കൺസർവേഷനും അതുപോലെ തന്നെ പോച്ചിങ് കൺട്രോളിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇല്ലീഗലായിട്ട് നമ്മൾ വൈൽഡ് ലൈഫിനെ ഇല്ലീഗൽ വൈൽഡ് ലൈഫ് ട്രേഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിതിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസുകളെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ടും ജനറ്റിക് ഡൈവേഴ്സിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില ജീവികൾ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെ നമ്മൾ ട്രാക്ക് ചെയ്യാനായിട്ട് ജനറ്റിക്കലായിട്ടുള്ള ഈ ഒരു DNA ഫിംഗർ പ്രിൻറ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ നമുക്ക് കുറച്ചും കൂടി കൺസർവേഷനിൽ കുറച്ചുകൂടി നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് അത് പറ്റും. ബ്രീഡിംഗ് പ്രോഗ്രാംസിലൊക്കെ നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. സൂസിൽ അതുപോലെ തന്നെ സാങ്ച്വറി പോലുള്ള അങ്ങനെയുള്ള അവിടെയൊക്കെ ബ്രീഡിംഗ് പ്രോഗ്രാംസ് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് 2 ഓർഗാനിസം നമ്മൾ എടുക്കുമ്പോൾ ആ 2 ഓർഗാനിസത്തിനെ ബ്രീഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ അവരുടെ ജനറ്റിക്കലായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻസ് അല്ലെങ്കിൽ ജനറ്റിക്കൽ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഒക്കെ നമുക്കതിനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് അപ്ലിക്കേഷൻസും കൂടി ഉണ്ട്. അഗ്രികൾച്ചറൽ ലൈഫ് സ്റ്റോക്ക് ബ്രീഡിങ്ങിൻ്റെ കേസിൽ നമ്മളിതുപോലെ തന്നെ നമ്മൾ ബയോടെക്നോളജിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രോപ്പുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്യൂരിറ്റി കൂടുതലുള്ള ജനറ്റിക് പ്യൂരിറ്റി കൂടുതലുള്ള അതിനെ ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു DNA ഫിംഗർ പ്രിൻറ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ലൈഫ് സ്റ്റോക്സിൻ്റെ പെഡിഗ്രി അനാലിസിസ് മനസ്സിലാക്കാനായിട്ട് അവരുടെ മുന്നേ ജനറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പ് ഇപ്പോൾ കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് ജീനിൽ റീകോമ്പിനേഷൻ നമ്മൾ ബയോടെക്നോളജിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. റീകോമ്പിനേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ എന്ത് നോക്കണം, DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഒക്കെ വെച്ച് ബ്രീഡിങ് ചെയ്യാൻ പോകുന്ന 2 ക്രോപ്പുകൾ അവർ തമ്മിലുള്ള സിമിലാരിറ്റി എന്തൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്താൽ കുറച്ചും കൂടി സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആർക്കിയോളജിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസിന് ഹ്യൂമൻ റിമൈൻസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഫോസിൽസ്, സ്കെൽട്ടൽ റിമൈൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഏത് സ്പീഷീസിൻ്റെ സ്കെൽട്ടൽ റിമൈൻസ് ആണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് DNA ഫിംഗർ പ്രിൻറ്റിംഗ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഹ്യൂമൻ എവല്യൂഷണറി സ്റ്റഡീസിനും നമുക്കിത് യൂസ് ചെയ്യാറുണ്ട്. ഇതേ പറഞ്ഞ പോലെ തന്നെ ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ വേറൊരു പോപ്പുലേഷനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഹോമോ ജീനസിലുള്ള ഡിഫറെൻറ്റ് സ്പീഷീസുകൾ ഉണ്ടായിരിക്കും, അവരൊക്കെ തമ്മിലുള്ള റിലേറ്റഡ്നെസ് എന്താണ്, അതുപോലെ തന്നെ ആ രീതിയിലുള്ള ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, ജനറ്റിക്കലായിട്ടുള്ള ഹെറിറ്റേജ് ഏതൊക്കെയാണെന്നൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് ഹ്യൂമൻ എവല്യൂഷനിലും ആൻസെസ്ട്രി സ്റ്റഡീസിലും നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിങ്സ് യൂസ് ചെയ്യാറുണ്ട്. ബയോസെക്യൂരിറ്റി അല്ലെങ്കിൽ ബയോ ടെററിസം പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. അതായത് ചില പാത്തോജൻസ് എന്ന് പറയുന്നത് വളരെ ഹാംഫുൾ ആയിരിക്കും. പുറത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻവേസീവ് സ്പീഷ്യസോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന സ്പീഷ്യസിനാണ് നമ്മൾ ഇൻവേസീവ് സ്പീഷ്യസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും പാത്തോജൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ സ്വന്തം ഏരിയയിലുള്ള ഒരുപാട് നേറ്റീവായിട്ടുള്ള, അതായത് നമ്മുടെ ഓൾറെഡി നമ്മുടെ കൺട്രിയിൽ നേറ്റീവായിട്ടുള്ള ഓൾറെഡി ഉണ്ടായിട്ടുള്ള എനിമൽസിനെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പീഷ്യസിനെയൊക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള നമുക്ക് ബയോ ടെററിസം പ്രിവെൻഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിങ്സ് യൂസ് ചെയ്യാം. ചില പാത്തോജൻസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയുള്ള പാത്തോജൻസിനെ മൊത്തത്തിൽ നമുക്ക് ഇല്ലാതാക്കാനൊക്കെ ഈ ഒരു ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുട്ബോൾ ഇൽനെസ്, ഔട്ട് ബ്രേക്സ് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിങ് നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ എന്താണ്, ഫോറൻസിക് ആയിട്ടുള്ള അപ്ലിക്കേഷൻ, മെഡിസിനൽ അപ്ലിക്കേഷൻസ്, കൺസർവേഷൻ ബയോളജിയിൽ, റിസർച്ചിൽ, അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്സിൽ നമ്മൾ ഒരുപാട് റീജിയണിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ അപ്ലിക്കേഷൻ പാർട്ടിൽ വരുന്നത്.
അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിങ് എങ്ങനെയാണ് മെത്തേഡ്സ് വരുന്നത്, ഏതൊക്കെ ഫീൽഡുകളിൽ നമുക്ക് വൈഡ്ലി നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.